ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് കായീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്ക് ഒരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കായീൻ കൃഷിക്കാരനുമായിരുന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കായീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കുഞ്ഞുങ്ങളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിനും അവന്റെ വഴിപാടിനെയും പ്രസാദിച്ചു. കായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കായീന് ഏറ്റവും കോപമുണ്ടായി. അവന്റെ മുഖം വാടി എന്നാറെ. യഹോവ കായീനോട്, നീ കോപിക്കുന്നതെന്ത്? നിന്റെ മുഖം വാടുന്നതുമെന്ത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു. അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു. നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. എന്നാറെ കായീൻ തന്റെ അനുജനായ ഹാബേലിനോട്, നാം വയലിലേക്ക് പോവുക എന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കായീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. പിന്നെ യഹോവ കായീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. അതിന് അവൻ ഉത്തരമരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായ് തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേലാൽ നിന്റെ വീര്യം നിനക്ക് തരികയില്ല. നീ ഭൂമിയിൽ ഉഴന്ന് അലയുന്നവനാകും. കായീൻ യഹോവയോട്, എന്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. ഇതാ, നീ എന്നെ ഇന്ന് ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ട് ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു യഹോവ അവനോട്. അതുകൊണ്ട് നീ ആരെങ്കിലും കായീനെങ്കിലും കൊന്നാൽ അവനെ 7 ഇരട്ടി പകരം കിട്ടുമെന്ന് അരുളി ചെയ്തു. കായീനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കുന്നതിന് യഹോവ അവനെ ഒരു അടയാളം വെച്ചു. അങ്ങനെ കായീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദെന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കായീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു. ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. ഹാനോക്കിനെ ഈരാദ് ജനിച്ചു. ഈരാദ് മെഹൂയേലിനെ ജനിപ്പിച്ചു. മെഹൂയേൽ മെഥൂശയേലിനെ ജനിപ്പിച്ചു. മെഥൂശയേൽ ലാമക്കിനെ ജനിപ്പിച്ചു. ലാമാക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. ആദ യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. അവന്റെ സഹോദരന് യൂബാൻ എന്നു പേർ. ഇവൻ കിന്നരവും വീണവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. സില്ല തൂബൽ കയീനെ പ്രസവിച്ചു. അവൻ ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. തൂബൽ കയീമിന്റെ പെങ്ങൾ നയമാ ലാമാക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദായും സില്ലായുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ. ലാമാക്കിന്റെ ഭാര്യമാരെ, എന്റെ വചനത്തിന് ചെവി തരുവിൻ. എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരുക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കായീന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ
ലാമാക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അവൻ ഒരു മകനെ പ്രസവിച്ചു. കായീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനും ഒരു മകൻ ജനിച്ചു. അവന് ഏനോശ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ.